ആശ്രമ മൈതാനത്താണ്. ഇവിടെ നമ്മൾ എത്തിയതറിഞ്ഞ് ഒരു കൂട്ടം സുഹൃത്തുക്കൾ നമുക്കൊപ്പം എത്തിയിട്ടുണ്ട്. ഭിന്നശേഷി വിഭാഗത്തിൽപ്പെടുന്ന നമ്മുടെ സുഹൃത്തുക്കളാണ്. നമസ്കാരം. എൻ്റെ പേര് റിയാസ്. എന്താ പേര്? ലെനിൻ. നമസ്കാരം. എന്താ പേര്? ഷാനവാസ്. പ്രശാന്ത്. എനിക്ക് ഇത്രയും പേരാണ് ഇപ്പം വന്നിരിക്കുന്നത് അല്ലേ? നമസ്കാരം. ഓക്കെ. നമ്മൾ പലപ്പോഴും ഈ ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട ആളുകളെ മാധ്യമങ്ങളിലൂടെ അവതരിപ്പിക്കുമ്പോൾ അവർക്ക് ചില സഹായങ്ങൾ ലഭ്യമാക്കണം എന്നത് മാത്രമാണ് നമ്മൾ പറയുക. പക്ഷേ അതിനും അപ്പുറത്തേക്ക് അവരുടെ അവകാശങ്ങളെക്കുറിച്ച് പലപ്പോഴും നമ്മുടെ സമൂഹം അത്രമേൽ കണ്ട് ബോധവൽക്കരിക്കപ്പെട്ടിട്ടില്ല എന്നതാണ് എനിക്ക് തോന്നുന്നത്. എങ്ങനെ പോകുന്നു ജീവിതമൊക്കെ? ഇതൊക്കെ വളരെ ബുദ്ധിമുട്ടിലാണ്. എന്താ ചെയ്യുന്നത്? ജോലിയൊന്നുമില്ല. എനിക്കൊരു 16 വർഷമായിട്ട് ആക്സിഡന്റ് പറ്റിയിട്ട് 16 വർഷം സ്പൈനൽ ഇഞ്ചറി പറ്റിയിട്ട് നടുവിൽ താപ്പോട്ട് തളർന്നിട്ട് ഇവിടെയൊക്കെ ബെഡ് സോറും കാര്യങ്ങളും മലമൂത്രത്തിന്റെ എല്ലാം ട്യൂബും കാര്യങ്ങളുമാണ്. ഇപ്പോഴും അതേ കണ്ടീഷനിൽ വണ്ടി ഓടിച്ച് എല്ലാം കയ്യിലുണ്ട് ചെയ്തുകൊണ്ടിരിക്കുക. കയ്യിലാക്കി. ആക്സിഡന്റിന് മുമ്പ് മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല? ഇല്ലില്ല, ഫുൾ എന്നാലും ജോലി ചെയ്തുകൊണ്ടിരുന്ന ആളാണ് ഞാൻ. 16 വർഷമായി. 16 വർഷം. ആക്സിഡന്റ് ഞാനൊരു ബോഡിക്ക് കൂട്ടുപോയി. ബനാറസുകാരനായിരുന്നു ഞാൻ. ഫ്രൂട്ട്സ് മൊത്തക്കട നിൽക്കുകയായിരുന്നു. അപ്പോൾ അവിടെ വന്ന് നിന്ന കൂട്ടത്തിൽ ബനാറസിൽ നിന്ന് വന്ന ആൾ ഇവിടെ വന്ന് അറ്റാക്ക് വന്ന് മരിച്ചു. പുള്ളിയുടെ ബോഡി ഇവിടുന്ന് ആംബുലൻസിൽ പോസ്റ്റ്മോർട്ടം ഒക്കെ ചെയ്തിട്ട് നാട്ടിൽ ബനാറസിൽ 2.5 ദിവസം ഓട്ടം കൊണ്ടുപോയി കൊടുത്തു. തിരിച്ചു വന്നപ്പോഴത്തേന് ആംബുലൻസ് മറിഞ്ഞ് അതിനകത്ത് സ്ട്രക്ചർ ഉണ്ടായിരുന്നു. വന്ന് മുതുകത്ത് വീണ് 3 ഡിസ്ക് പൊട്ടി സുഷ്മിന നാട് ചതഞ്ഞു പോയി. 16 വർഷം. ജീവിതം മൊത്തം നരവിപ്പാണ്. കുടുംബത്തിൽ ആരൊക്കെയാ ഉള്ളത്? കുടുംബത്തിൽ മോന്, മോള്, ഉമ്മ, വാപ്പ എല്ലാം അടങ്ങുന്ന ഒരു കുടുംബമാണ്. ഇനി പെൻഷൻ ആശ്രയിച്ച് മാത്രമാണ് ജീവിക്കുന്നത്. വെച്ചാൽ അത് നമുക്ക് എന്തെങ്കിലും ഒന്ന് പെൻഷൻ്റെ രീതിയിൽ. ഇപ്പൊ പെൻഷൻ എത്ര കിട്ടുന്നത്? 1600. 1600. വേറെ വരുമാനം ഒന്നുമില്ല? വേറെ വരുമാനം ഒന്നുമില്ല. യാത്ര ചെയ്യണമെങ്കിൽ ഈ വാഹനത്തിൽ പെട്രോൾ അടിക്കാൻ പോലുള്ള പൈസ ഇല്ല? ഇല്ല, പെട്രോൾ അടിക്കാൻ പോലും ഒരു പൈസ ഇല്ല. വീൽ ചെയറിനകത്ത് വൈഫ് കൊണ്ടുവന്ന് കയറ്റും. അത് ഇരിക്കും, തിരിച്ച് അതേപോലെ ചെല്ലും, കിടക്കും. ഇത് തന്നെ ഉള്ളു. 16 വർഷമായിട്ട് പറയും. പക്ഷേ അപ്പോഴും യാത്ര ഇങ്ങനെ വണ്ടിയെടുത്ത് യാത്ര ചെയ്യണം എന്നൊരു ആഗ്രഹം വന്നു അല്ലേ? ആഗ്രഹം വന്നു. അതുകൊണ്ട് അത് ഒരു പ്രത്യേക കുറെ ആൾക്കാരുടെ സഹായത്തിൽ സാധിച്ചു കിട്ടിയതാണ് വണ്ടി. ലൈസൻസ് എല്ലാം എടുത്തിട്ടുണ്ട്. ലൈസൻസ് എടുത്തു, വണ്ടിയെല്ലാം ആ രീതിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പം കുറേ ദൂരം ഓടിച്ചു പോകാറുണ്ടോ? കുറേ ദൂരം ഓടിച്ചു പോകാറുണ്ട്. ഇപ്പം കുറച്ച് നാളുകൊണ്ട് മാനസികമായിട്ടൊക്കെ ഡിപ്രഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. ഈ അസുഖത്തെ തുടർന്നുള്ള ഇതാണ് വിഷയങ്ങളാണ്. പ്രശ്നമൊന്നും ഉണ്ടാവേണ്ട കാര്യമില്ല. എനിക്കൊന്ന് ഇതിനെയൊക്കെ അതിജീവിച്ച് ഒട്ടേറെ മനുഷ്യരുണ്ടല്ലോ. ഇപ്പോൾ മലമടുക്കുകളിലേക്ക് കയറിയ ഒരു മനുഷ്യൻ കാല് മൊത്തം മുറിച്ച് കളഞ്ഞിട്ടും പിന്നീട് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പം അതൊക്കെ സംഭവിക്കും. പക്ഷേ ഇതൊക്കെ ജീവിതത്തിൽ എന്നാൽ ഇത്രയൊക്കെ 16 വർഷമായിട്ട് ഇങ്ങനെ ജീവിക്കാൻ കഴിയുന്നത് തന്നെ പോസിറ്റീവാണ്. ദൈവത്തിന് നന്ദി, വലിയ നന്ദി. ഇനി അവരുടെ പെൻഷന്റെ കാര്യത്തിലാണ് അത് കൃത്യമായി കിട്ടുക എന്നുള്ളതാണ് അല്ലേ? ഇപ്പം മുടക്കമുണ്ടോ? ഇപ്പം മുടക്കമാണ്. 4 മാസത്തെ അങ്ങനെ മുടക്കമായിട്ടുണ്ട്. ജൂലൈ മാസത്തെ വരെയാണ് അവസാനം കിട്ടിയത്. ജൂലൈ മാസത്തെ വരെയാണ് കിട്ടിയത്. ജൂലൈ മാസത്തെ വരെയാണ് കിട്ടിയത്. ഒരു മാസത്തെ കിട്ടാറുണ്ട്. ഒരു മാസമല്ല, ജൂലൈ കഴിഞ്ഞ കിട്ടിയത്. അപ്പം ഈ പെൻഷൻ കിട്ടിയില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ് അല്ലേ? ഇപ്പൊ ചേട്ടന് എന്തായിരുന്നു ബുദ്ധിമുട്ടുണ്ടായിരുന്നത്? എനിക്ക് കൊച്ചിലെ എനിക്ക് ആക്സിഡന്റ് ഉണ്ടായിരുന്നു. എത്ര വർഷമായി? 4 വർഷം ആവുന്നു. 4 വർഷമാവും. അപ്പം കാല് മുട്ടന് മുകളിൽ വെച്ചും പ്രശ്നമുള്ളതാണ്. എൻ്റെ ബാക്കിൽ ഒരു വണ്ടി കൊണ്ട് ചിടിച്ചതാണ്. അല്ല, ഞാൻ സ്കൂട്ടറിലായിരുന്നു. എൻ്റെ ബാക്കിൽ ഒരു കാർ കൊണ്ട് ചിടിച്ചതാണ്. കൊറോണ സമയത്തായിരുന്നു, റോഡിലായിരുന്നു, ആരും എടുത്തില്ല സമയത്ത്. 4 വർഷമാകുന്നു. 4 വർഷത്തിന് മുമ്പുള്ള ജീവിതവും മാറിപ്പോയി. അതെ. ഞാൻ ഒരു സെയിൽസ് വണ്ടിയിലായിരുന്നു. ഇപ്പം ഞാനൊന്നും ചെയ്യുന്നില്ല. ആക്സിഡന്റ് ആയതിനു ശേഷം നമുക്കിപ്പോൾ ഒരു കടകളിൽ നിൽക്കണമെങ്കിൽ തന്നെ വലിയ പാടാണ്. എനിക്കാണെങ്കിൽ ഭിന്നശേഷിക്കാർക്ക് കൊടുക്കുന്ന സ്കൂട്ടറൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു. അപേക്ഷ കൊടുത്തിട്ടേ ഉള്ളൂ, കിട്ടിയിട്ടില്ല. അപ്പോൾ അതൊക്കെ കിട്ടിയാൽ മാത്രമാണ് മുന്നോട്ടുള്ള കാര്യം. നവകേരള സദസ്സിൽ പരാതി കൊടുത്തു. നവകേരള സദസ്സിൽ ഇന്നലെ കൊടുത്തു. ഇല്ല, ഞാൻ കൗൺസിലറുടെ അടുത്താണ് കൂടുതൽ സംസാരിച്ചത്. നമുക്ക് എവിടെയെങ്കിലും പോകണമെങ്കിൽ തന്നെ നമുക്ക് 100 രൂപ ഓട്ടോ കൂലി വേണ്ടി വരും. അപ്പം അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ബുദ്ധിമുട്ടൊക്കെ ആയതുകൊണ്ട് MLA ഒന്നും കാണാനായിട്ട് നിന്നില്ല. കൗൺസിലറുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ എന്താണ് ജീവിതം മുന്നോട്ട് പോകുന്നു അല്ലേ? അതെ. ഇപ്പൊ പെൻഷൻ മുടങ്ങിയപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? എവിടെ വീട്? എവിടെയാ? ഞാനിവിടെ പള്ളിത്തോട്ടത്താണ്. ഓക്കെ. എന്താ ചെയ്യുന്നത്? ഞാനിപ്പം ഒരു ഇലക്ട്രിക് ഷോപ്പിലാണ്. അപ്പം രാവിലെ പോവും, വൈകുന്നേരം വരും അല്ലേ? വണ്ടി ഓടിച്ച് പോയി വരും. വീട്ടുകാരൊക്കെ എന്ത് പറയുന്നു? അപ്പൊ നിങ്ങളുടെ ഈ പെൻഷൻ കൂട്ടണമെന്നോ അല്ലെങ്കിൽ അത് കൃത്യമായി കൊടുക്കണം എന്നൊക്കെയുള്ള ആവശ്യങ്ങളാണ് പ്രധാനമായിട്ടുള്ളത് അല്ലേ? കിട്ടുന്നതാണ് ഏറ്റവും നല്ലത്. മാസം തോറും കറക്റ്റായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഏറ്റവും നല്ല ഉപകാരം അത് തന്നെയാണ്. ഈ 1200 രൂപ കിട്ടിയാൽ 1200 രൂപയെങ്കിലും കിട്ടിയാൽ എത്ര? അതെ. ഓക്കെ. കിട്ടണം. കാരണം ഞങ്ങളെ കിട്ടിയേ പറ്റൂ.
കാരണം ഞങ്ങളെപ്പോലുള്ളവർക്ക് ഈ വന്ന കാലത്ത് വേറൊന്നും വേറെ ഒരു ആശ്രയം ഇല്ല. കാര്യം മരുന്നിനൊക്കെ ആശുപത്രി പോയാൽ തന്നെ ഒരു ട്രിപ്പ് പോകണേ തന്നെ 1000-1500 രൂപ ആകും. 1500 ഇതിനിടയ്ക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ അസുഖങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. വന്നുകൊണ്ടേയിരിക്കും. യൂറിനൊക്കെ വിഷയങ്ങളാണ്. ട്യൂബുകളും കത്തിട്ടൊക്കെയാണ് ഇൻഫെക്ഷനും കാര്യങ്ങളും ഉണ്ടാകും. ഒരുപാട് വിഷയങ്ങൾ. 16 വർഷമായിട്ട് ഈ ട്യൂബിലാണോ? 16 വർഷമായിട്ട് ട്യൂബിൽ. ഈ ട്യൂബിൽ തന്നെയാണ്. ഇതേ ട്യൂബിൽ തന്നെയാണ്. അതെ. മറ്റൊരു സഹായം ആവശ്യമുണ്ട് താനും. ഉണ്ട് ഉണ്ട് ഉണ്ട്. വൈഫുള്ളതുകൊണ്ട് ഇപ്പം വൈഫ് ഒരാൾ കൂടെ ഉണ്ടെങ്കിലേ പറ്റൂ. കാരണം ഈ ഇരുത്താൻ തന്നെ ഈ ചാരി ഇരുത്താലേ പറ്റുന്നുള്ളൂ. അതെ നമ്മുടെ ഒരു വാട്സപ്പ് കൂട്ടായ്മയാണ്. അപ്പൊ അതിൽ തന്നെ അംഗങ്ങളുണ്ട്. ഒരു 10-40 പേര് എന്തായാലും അംഗങ്ങളുണ്ട്. കൊല്ലം ജില്ല മാത്രമാണ്. കൊല്ലം ജില്ലയിലാണ്. എന്താ പേര് നമ്മുടെ? റിയാസ്. റിയാസ്. ഇപ്പൊ എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ? സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുന്നു. ഏത് സ്കൂളില്? സ്നേഹാലയം BRC. സ്നേഹാലയം BRC. അപ്പൊ നോക്കൂ, ഇവരുടെ എല്ലാവരുടെയും ആ കൂട്ടായ്മ നമ്മളോട് ആവശ്യപ്പെടുന്നത് അവരുടെ പെൻഷൻ മുടങ്ങാതെ കിട്ടുക എന്നുള്ളതാണ്. സാധാരണക്കാരായ മനുഷ്യർക്ക് നടക്കാൻ കഴിയുമെങ്കിൽ, അവർക്ക് അവരുടേതായ ശരീരം ഉപയോഗിച്ച് ജോലി ചെയ്യാൻ കഴിയുമെങ്കിൽ അതിന് ബുദ്ധിമുട്ടും വെല്ലുവിളിയും നേരിടുന്ന സുഹൃത്തുക്കളാണ്. അപ്പോൾ അവരുടെ പെൻഷൻ എത്രയും പെട്ടെന്ന് കൊടുക്കുക. ഇവരുടെ ഡിപ്രഷനിലും ആവേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. ഇതിനേക്കാളൊക്കെ ബുദ്ധിമുട്ടുകൾ എത്രയോ മനുഷ്യർ അനുഭവിക്കുന്നുണ്ട്. അവരുടെയൊക്കെ ഭാഗമാണ്. പക്ഷേ സ്വാഭാവികമായി 16 വർഷമായിട്ട് ആ രീതിയിൽ തന്നെ ജീവിക്കേണ്ടി വരുമ്പോഴുള്ള മാനസികാവസ്ഥ മനസ്സിലാവും. അപ്പോൾ സന്തോഷം കണ്ടതിൽ. താങ്ക് യു. അപ്പോൾ നവകേരള സദസ്സ് അങ്ങനെ നമുക്ക് പുതിയ കാഴ്ചകളൊക്കെ നൽകുന്നുണ്ട്. അതൊരു വലിയ കാഴ്ചകളായി സർക്കാരിന് ബോധ്യപ്പെടട്ടെ. ജീവിതം എന്നുള്ളത് അപ്പൻ സാർ പറഞ്ഞതുപോലെ വാക്കുകൾ പ്രസംഗപീഠത്തിൽ തകർന്നു വീഴാനുള്ളതല്ല എന്നത് മാത്രം നമ്മൾ ഓർമ്മിപ്പിക്കുന്നു. ഫയലിൽ മാത്രമല്ല ജീവിതം. നമ്മുടെ തൊട്ടുമുന്നിൽ ഇരിക്കുന്ന മനുഷ്യരിലും ജീവിതങ്ങളുണ്ട്. അവരുടെ ജീവിതത്തിൻ്റെ വെല്ലുവിളികൾ വ്യത്യസ്തവുമാണ്. അപ്പോൾ താങ്ക് യു. എന്തായാലും കാര്യങ്ങളൊക്കെ ഭംഗിയായി നടക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഓക്കെ, താങ്ക് യു. പിന്നെന്താ, തീർച്ചയായിട്ടും ഒരു ഫോട്ടോ എടുക്കാം നമുക്ക്.